Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Okay. നമ്മള് accompanying the patients പറഞ്ഞല്ലേ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസില് ആരൊക്കെയാണ് പേഷ്യൻസിന്റെ ഏതൊക്കെ ക്രിട്ടിക്കൽ കെയർ പേഷ്യൻസിന്റെ കൂടെയാണ് ആരൊക്കെ ഏതൊക്കെ പ്രൊഫഷൻസ് ആണ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞു അല്ലേ ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 പറഞ്ഞില്ലേ okay next equipment drugs and monitoring equipment drugs and monitoring transfer of patient chapter transfer of patient equipment drugs and monitoring okay പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഏതൊക്കെ എക്യുപ്മെന്റ്സുകള് ഡ്രഗ്സുകൾ എന്തൊക്കെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യണം എന്നുമായി ബന്ധപ്പെട്ടാണ് നോക്കാം ചാപ്റ്റർ 12 A proper inspection with the provision of all life-saving drugs is compulsory for transfer of all patients with the level 1, 2, and 3. Critical care needs, the transfer ambulances should be prepared with all the drugs and devices needed for airway operation, oxygenation, ventilation, hemodynamic monitoring and resuscitation. അപ്പോൾ ഒരു പേഷ്യന്റിനെ നമ്മള് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഡ്രഗ്സുകളാണ് ഏതൊക്കെ മരുന്നുകളാണ് അവർക്ക് കൊടുക്കേണ്ടത് ഏതൊക്കെ ലെവലിലുള്ള പേഷ്യൻസിന് ഏതൊക്കെ ക്രിട്ടിക്കൽ കെയർ ആണ് എന്തൊക്കെ ആവശ്യങ്ങളാണ് കൊടുക്കേണ്ടത് ഏതൊക്കെ ആംബുലൻസ് ആണ് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് ആംബുലൻസിൽ ഏതൊക്കെ തരത്തിലുള്ള ഫെസിലിറ്റീസ് നമ്മൾ റെഡിയാക്കണം ആംബുലൻസ് വിത്ത് എന്താണ് പ്രിപ്പയർഡ് വിത്ത് ഓൾ ദി ഡ്രഗ്സ് ആൻഡ് ഡിവൈസസ് എല്ലാ മരുന്നുകളും അതുപോലെ തന്നെ എല്ലാ എക്യുപ്മെന്റ്സുകളും എന്താണ് ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കണം എന്തിനൊക്കെ വേണ്ടിയിട്ട് എയർവേ ഓപ്പറേഷനെ നല്ല രീതിയിൽ എയർവേ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും ഓക്സിജനേഷനും വേണ്ടിയിട്ടും വെന്റിലേഷൻ പർപ്പസിനും അതുപോലെ തന്നെ എന്താണ് ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് ഹീമോഡൈനാമിക് എന്താണ് ബ്ലഡിന്റെ ഫ്ലോ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് BP ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ എന്താണ് റീസസിക്കേഷന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തില് എക്യുപ്മെന്റ്സുകൾ എല്ലാ തരത്തിലുള്ള ഡിവൈസസും എക്യുപ്മെന്റ്സുകളും ആംബുലൻസിന്റെ അകത്ത് ഉണ്ടായിരിക്കേണ്ടതാണ് അതിനുള്ള പ്രോപ്പർ ആയിട്ട് അത് ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഇതിലുണ്ടോ എന്നുള്ളത് എല്ലാരും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം ഏതൊരു ടൈമില് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെ എല്ലാ മരുന്നുകളും ഡിവൈസസുകളും എല്ലാം മോണിറ്റർ ചെയ്യുന്നതിന് എല്ലാ എക്യുപ്മെന്റ്സുകളും അതിന്റെ അകത്ത് വ്യക്തമായിട്ടും വൃത്തിയായിട്ടും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം ഓക്കെ ഓക്കെ ആണോ ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ then second all the inspections needs to be confirmed before the beginning of transfer together with the starting of infusion drugs അല്ലെ infusion drugsകള് എന്താണ് ബിഗിനിങ്ങിലും സ്റ്റാർട്ടിങ്ങിലും എന്താണ് ഇൻഫ്യൂഷൻ ഡ്രഗ്സുകള് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആന്റിബയോട്ടിക്സുകൾ മറ്റ് ഫ്ലൂയിഡുകളൊക്കെയാണ് എന്ത് ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്താണ് മറ്റ് ഡ്രഗ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും മറ്റ് മരുന്നുകൾ ഏതൊക്കെയാണ് ഡ്രഗ്സ് റിക്വയർഡ് ഫോർ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇൻവോൾവ് മസിൽ റിലാക്സന്റ്
sedatives, analgesics, inotropes and resuscitation drugs. ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്? ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മസിൽ റിലാക്സൻസുകൾ അല്ലെ, മസിൽ റിലാക്സൻസിന് കൊടുക്കുന്ന ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ടാബ്ലറ്റ്സ് എല്ലാം മരുന്നുകൾ അല്ലെ, IV പോലുള്ള രൂപത്തിലാണ് മസിൽ റിലാക്സേഷനുള്ള മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മസിൽ റിലാക്സന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മരുന്നുകൾ ഉൾപ്പെടുത്താം? അതിൽ എക്സാമ്പിൾ ആയിട്ട് ഏതൊക്കെയാണ് അറിയാമോ? മസിൽ റിലാക്സന്റ് മരുന്നുകള് കാരിസോപ്രോഡൽ മരുന്നിന്റെ പേരാണ്. മസിൽ റിലാക്സേഷന്റെ ഒരു മരുന്നിന്റെ പേരാണ്, ഡ്രഗിന്റെ പേരാണെന്ന് കാരിസോപ്രോഡൽ. കാരിസോ CARISOPRODAL കാരിസോപ്രോഡൽ. CARISOPRODAL കാരിസോപ്രോഡൽ. കാരിസോപ്രോഡൽ. പിന്നെന്താണ്? മെറ്റാക്സലോൺ. മെറ്റാക്സലോൺ METAXALONE മെറ്റാക്സലോൺ. METAXLONE മെറ്റാക്സലോൺ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മസിൽ റിലാക്സേഷന് കൊടുക്കുന്ന ഡ്രഗ്സുകളാണ്. Then sedative ഡ്രഗ്സുകൾ അല്ലെ, സെഡേറ്റീവ് ഡ്രഗ്സ് എന്താണ്? ഉറക്ക മരുന്നുകൾ, സെഡേഷന് വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സുകള്. Then അനൽജെസിക്സ് എന്താണ്? അനൽജെസിക്സ് എന്ന് പറഞ്ഞാല് അനൽജെസിക്സ് എന്താണ്? പെയിൻ കില്ലേഴ്സ് ആണ് കേട്ടോ. പെയിൻ കില്ലറുകളാണ് എന്ത്? അനൽജെസിക്സ് എന്ന് പറയുന്നത്. പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ള, പെയിൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ് ആണ് എന്ത്? അനൽജെസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടു ട്രീറ്റ് ദ പെയിൻ, പെയിൻ റിലീവ് ചെയ്യുന്നതിനാണ് എന്ത്? അനൽജെസിക്സുകൾ ഉപയോഗിക്കുന്നത്. Then ഇനോട്രോപ്സ്. ഇനോട്രോപ്സ് ആൻഡ് റീസസിക്കേഷൻ ഡ്രഗ്സ്. ഇനോട്രോപ്സ് എന്താണ്? ഇനോട്രോപ്സ് ഹാർട്ടിന്റെ കൺട്രാക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ്. ഹാർട്ടിന്റെ കൺട്രാക്ഷൻസ്, ഹൃദയത്തിന്റെ കൺട്രാക്ഷൻസ്, ഹൃദയത്തിനുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനുള്ളതാണ് ഇനോട്രോപ്സ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട്സ്. Then resuscitation drugs എന്തിനു വേണ്ടിയിട്ടാണ്? resuscitation drugs എന്തിനു വേണ്ടിയാണ് resuscitation drugs? കാർഡിയാക് പേഷ്യൻസിന് വേണ്ടി അല്ലെ, കാർഡിയാക് ഉള്ള പേഷ്യൻസിന് വേണ്ടിയാണ് resuscitation ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നത്. ഇതാണ് പ്രധാനമായും ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആംബുലൻസിൽ ഉണ്ടായിരിക്കേണ്ട എന്താ ഡ്രഗ്സുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മസിൽ റിലാക്സൻ ഡ്രഗ്സുകള്, സെഡേറ്റീവ് ഡ്രഗ്സുകള്, അനൽജെസിക് ഡ്രഗ്സുകള്, ഇൻറ്റോറോപ്സ് ആൻഡ് റീസസിക്കേഷൻ ഡ്രഗ്സുകൾ. The person responsible to patient transfer should assure correct supplies of these emergency drugs. അപ്പൊ അതിലുണ്ടായിരിക്കുന്ന ആ സർവീസിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റാഫ് അല്ലെ, അല്ലെങ്കിൽ പേഴ്സൺ എന്താണ്? ഇതിന്റെ സപ്ലൈ, എല്ലാ മരുന്നുകളുടെയും വിതരണം കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ളത് അത് ചെക്ക് ചെയ്യുക. എല്ലാ എമർജൻസി മരുന്നുകളും എന്താണ് കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണം. പിന്നെ എന്താണ് വേണ്ടത്? Some of these drugs may be needed to be prepared in a pre-filled syringes before the transfer. എല്ലാ ഡ്രഗ്സുകളും എന്താണ്? പ്രീഫിൽഡ് സിറഞ്ചസില് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. എല്ലാ മരുന്നുകളും, എല്ലാ എമർജൻസി മരുന്നുകളും എന്താണ്? ഡ്രഗ്സുകളും പ്രീഫിൽഡ് സിറഞ്ചുകളില് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം എമർജൻസി കണ്ടീഷൻസിൽ. അപ്പൊ തന്നെ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം തന്നെ സിറഞ്ചിനകത്തായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെ ഇതിന്? മസിൽ റിലാക്സൻസ്, സെഡേറ്റീവ് ഡ്രഗ്സുകള്, അനൽജെസിക് ഡ്രഗ്സുകൾ ആൻഡ് ഇനോട്രോപ്സ് ആൻഡ് റെസിസിക്കേഷൻ ഡ്രഗ്സ്. എല്ലാ എമർജൻസി മരുന്നുകളും എന്താണ്? പ്രീഫിൽഡ് സിറഞ്ചില് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം, ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. The minimal standard of inspection suggested for patient transfer include unitary electrocardiogram inspection, non-invasive blood pressure, oxygen saturation and temperature.
പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്? ഇലക്ട്രോ കാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ. എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാം? ECG അല്ലെ? ECG നോക്കിയിരിക്കണം. ECG എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം ഇസ് എ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ഓഫ് ദ ഹാർട്ട് അല്ലെ? ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ വേരിയേഷൻസ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ECG ഉപയോഗിക്കുന്നത്. ഓവർ ദ എക്സ്റ്റൻഡ് പീരീഡ് ഓഫ് ടൈം, ഒരു പീരീഡിൽ എത്രത്തോളം രീതിയിലാണ് ആ വേരിയേഷൻസ് കാണിക്കുന്നത്, സ്പന്ദനങ്ങളുടെ ആ ഒരു റെക്കോർഡിങ്സ് ആണ് ഇത് ഇലക്ട്രോ കാർഡിയോഗ്രാമില് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആണ് എന്ത് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് continuous recording of the heart, continuous recording of the heart ആണ് എന്ത് ECG എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, പിന്നെന്താണ് നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്താണ്? BP അല്ലെ? BP ചെക്ക് ചെയ്യുക. അതുപോലെ ഓക്സിജൻ സാച്ചുറേഷൻ, then ടെമ്പറേച്ചർ, പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, ഓക്സിജൻ സാച്ചുറേഷൻ, പിന്നെന്താണ് BP, then ECG. ഇത്തരം കാര്യങ്ങൾ എന്താണ് ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ? അതെല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. BP എങ്ങനെയാണ്, ഓക്സിജൻ സാച്ചുറേഷൻ ലെവലൊക്കെ, ടെമ്പറേച്ചർ ഒക്കെ എന്താണ് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. Then the non-invasive blood pressure may be notably affected by the motion artifacts. So it may be cautious to use invasive blood pressure inspection is selected subset of patients. എന്താണ് the non-invasive blood pressure may notably affected by the motion of pulse എന്ന് പറഞ്ഞാല് ഈ ഹൈപ്പർ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിനൊക്കെ എന്താണ് നമ്മള് മോഷൻ ആർട്ടിഫാക്ട്സ് എന്ന് വെച്ചാൽ എന്താണ്, എന്തെങ്കിലും CT സ്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും റേഡിയോളജി ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്, CT ചെയ്യുന്നത് MRI ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയാറില്ലേ ബോഡി അനങ്ങാൻ പാടില്ല. ആ പേഷ്യന്റിന്റെ ബോഡി അനങ്ങാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? CT ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അനങ്ങാതെ കിടത്തില്ലേ? എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? എന്താണ് CT സ്കാൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബ്ലഡ് പ്രഷറിൽ കറക്റ്റ് ഇമാജസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ശരീരം ചലനം ഒന്നും ഉണ്ടാവരുത്, അനങ്ങരുതെന്ന് പറയുന്നത്. രോഗി ചലിക്കുന്ന ഒരു പൊസിഷൻ ആണ് എന്ത് മോഷൻ ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. രോഗി ചലിക്കാൻ പാടില്ല. അതായത് ഈ ഹൈലി ബ്ലഡ് പ്രഷർ ഉള്ള പേഴ്സൺസിനൊക്കെ, ബ്ലഡ് പ്രഷർ കൂടിയ പേഴ്സൺസിനൊക്കെ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് കാരണം ചിലപ്പോൾ അവർക്ക് ചിലപ്പോ ശരീരം എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് കറക്റ്റ് ആയിട്ട് അത്തരത്തിലുള്ള ഇമാജസ് ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. ഇമാജസ് CT ഒക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അതിൽ വേരിയേഷൻസ് എന്തെങ്കിലും കാണിച്ചിട്ടായിരിക്കും ആ ചിത്രങ്ങളൊക്കെ, ആ ഇമാജസ് ഒക്കെ പുറത്തു വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പേഷ്യൻസിന് എന്താണ് സോ ഇറ്റ് മീ കോഷ്യസ് ടു യൂസ് ഇൻവാസീവ് ബ്ലഡ് പ്രഷർ ഇൻസ്പെക്ഷൻ ഈസ് സെലക്ടഡ് സബ്സെറ്റ് ഓഫ് പേഷ്യൻസ്. അപ്പൊ ഇത്തരത്തിൽ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസ്, രക്തസമ്മർദ്ദം കൂടിയ പേഷ്യൻസിനൊക്കെ എപ്പോഴും ഈ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും വേരിയേഷൻസ് കാണിക്കുന്ന പേഷ്യൻസിന്റെ, BP കൂടുതലുള്ള പേഷ്യൻസിന് എപ്പോഴും അവരുടെ രക്തസമ്മർദ്ദം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ടെമ്പറേച്ചറും സാച്ചുറേഷനും നോക്കുന്നത് പോലെ തന്നെ ബ്ലഡ് പ്രഷറും അവരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ECG ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇത്തരം കാര്യങ്ങളെ എപ്പോഴും കംപ്ലീറ്റഡ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, all the inspection equipment should be secured accurately at the edge and should be placed at below the level of the patient for uninterrupted inspection. Electrical devices must be functional on battery power with the provision of extra batteries during transfer. എല്ലാ പരിശോധന ഉപകരണങ്ങളും അല്ലെ, അന്ന് പേഷ്യന്റിന്റെ പരിശോധിക്കുന്ന എല്ലാ പരിശോധന ഉപകരണങ്ങളും കൃത്യമായിട്ട്
ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം അല്ലെ. പേഷ്യന്റിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. എല്ലാ ഡിവൈസസും എന്താണ് പേഷ്യന്റിന്റെ അടുത്ത് തന്നെ പ്ലേസ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ് ഇലക്ട്രിക്കൽ ഡിവൈസസിന് ഏതെങ്കിലും തരത്തിലുള്ള പവർ ഫെയിലിയർ വരാതെ അല്ലെ, പവറില് എന്തെങ്കിലും ബാറ്ററി ചാർജസ് ഒന്നും എന്താണ് പോകാതെ തന്നെ വെല്ലാനും ഫില്ലായിരിക്കണം. ഓക്കെ, അതായത് ഇലക്ട്രിക് ഉപകരണങ്ങളില് ബാറ്ററി പവറിലെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നത്? ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവിധ ഉപകരണങ്ങളും കൃത്യമായിട്ടും സുരക്ഷിതമായിട്ടും എന്താണ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് തടസ്സമില്ലാത്ത രോഗിയെ പരിശോധിക്കാനും രോഗിയുടെ അടുത്ത് തന്നെ എന്താണ് എല്ലാ ഡിവൈസസും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരമൊന്നും പോയി എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരിക്കും എല്ലാ ഡിവൈസസും പേഷ്യന്റിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഇലക്ട്രിക്കൽ ഡിവൈസസ് അല്ലെ, ബാറ്ററി പവറിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിവൈസസും ഒക്കെ എന്താണ് എക്സ്ട്രാ ബാറ്ററീസ് ഉണ്ടായിരിക്കണം. അതിന് എന്തെങ്കിലും ചാർജ് നിന്ന് പോകുക അങ്ങനെയൊക്കെ വന്നാൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ ഫുള്ളി ചാർജ്ഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ബാറ്ററീസ് ഒക്കെ മാറ്റുന്നതാണെങ്കിൽ ബാറ്ററിയും അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ ബാറ്ററീസും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, then patients on ventilator must be shifted on portable transport ventilators. ഇനി എന്താണ് വെന്റിലേറ്ററിൽ ഇരിക്കുന്ന പേഷ്യൻസിനെ ആണെങ്കിൽ അല്ലെ, വെന്റിലേറ്ററിൽ തുടരുന്ന പേഷ്യൻസിനെ ആണെങ്കിൽ എന്താണ് പോർട്ടബിൾ ആയിട്ടുള്ള വെന്റിലേറ്ററിലായിരിക്കണം അവരെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പോർട്ടബിൾ എന്ന് വെച്ചാൽ എന്താണ് മൂവ് ചെയ്യുന്ന വെന്റിലേറ്റർ അല്ലെ, ട്രാൻസ്പോർട്ടേഷനകത്ത് മൂവ് ചെയ്യുന്ന തരത്തിലുള്ള വെന്റിലേറ്റേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കാം. മെക്കാനിക്കൽ വെന്റിലേഷൻ ഡിവൈസസ് അല്ലെ, ട്രാൻസ്പോർട്ടേഷനിൽ ഘടിപ്പിച്ചിരിക്കുന്ന വെന്റിലേഷൻ ഉണ്ടായിരിക്കും. അതേ വെന്റിലേഷനിലൂടെ കൂടെ തന്നെ ആയിരിക്കണം പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പോ എന്തൊക്കെ കാര്യങ്ങൾ അത്തരത്തിലൊരു പോർട്ടബിൾ വെന്റിലേഷൻ ഉള്ളപ്പോ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ മോണിറ്റർ ചെയ്യേണ്ടതാവും, എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും അത്തരത്തിലൊരു വെന്റിലേറ്റർ. അപ്പോ വെന്റിലേറ്ററിൽ തുടരുന്ന പേഷ്യന്റിനെ അതേ കണ്ടീഷനിലൂടെ നമ്മൾ മറ്റൊരു ഫെസിലിറ്റീസ് കൊണ്ടുപോകുമ്പോൾ പോർട്ടബിൾ വെന്റിലേറ്റർ ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് മാറ്റുന്നത്. പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്റർ എന്ന് വെച്ചാൽ വാഹനത്തിനകത്ത് തന്നെ വെന്റിലേറ്റർ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന ആംബുലൻസുകൾ അല്ലെ. അപ്പൊ അതിലെന്താണ് പേഷ്യന്റിന്റെ കുറെ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ്? ഡിസ്പ്ലേസ് ഓഫ് അലാറം അസോസിയേറ്റഡ് വിത്ത് ടൈഡൽ വോളിയം അല്ലെ. ടൈഡൽ വോളിയം എന്താണ്? ടൈഡൽ വോളിയം നമ്മള് ഇൻഹേലെയും എക്സേലെയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വോളിയം. ഇൻഹേൽ ചെയ്യില്ലേ, ശ്വാസോച്ഛ്വാസം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വോളിയത്തിന്റെ അളവാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ടൈഡൽ വോളിയം ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ്, നമ്മൾ അകത്തേക്ക് വലിച്ചെടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതുമായ ഗ്യാസ് ഇൻഹേൽ ചെയ്യുന്നതും എക്സ്ഹേൽ ചെയ്തത് വിത്ത് ഈച്ച് ബ്രീത്ത്. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നമ്മുടെ ശ്വാസത്തിന്റെ ആ ഒരു വോളിയം ആണ് എന്ത് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ടൈഡൽ വോളിയം ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ് inhaled and exhaled with each breath, each breath. Tidal volume എന്താണ്? Tidal volume is a volume has inhaled and exhaled with each breath. Tidal volume is the volume of gas inhaled and exhaled with each breath. Tidal volume is the volume of gas inhaled and exhaled with each breath. നോട്ട് ചെയ്തോ? എന്താണ് ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാല്? വോളിയം ഓഫ് ഗ്യാസ് ഇൻഹേൽഡ് ആൻഡ് എക്സ്ഹേൽഡ് വിത്ത് ഈച്ച് ബ്രീത്ത്. നമ്മള് ശ്വാസോച്ഛ്വാസം എടുക്കുന്ന ആ ഒരു ബ്രീത്തിങ്ങിന്റെ ഒരു വോളിയം ആണ് എന്ത്? വോളിയം നോക്കുന്ന ഒരു മെഷീനാണ് എന്ത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. മെഷീനല്ല, ഒരു വോളിയം നോക്കുന്നത്. വെന്റിലേറ്റേഴ്സിൽ ഇരിക്കുന്ന പേഷ്യൻസിനാണ് അത് കൂടുതൽ അത്തരത്തിലൊരു കാര്യം മോണിറ്റർ ചെയ്യുന്നത്. ദെൻ എയർവേ പ്രഷർ ചെക്ക് ചെയ്യുന്നു. എയർവേ പ്രഷർ എന്താണ്? എയർവേ നമ്മുടെ പേഷ്യന്റിന്റെ എയർവേ ചെക്ക് ചെയ്യുന്നത് അല്ലേ. ദെൻ ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ. ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്താണ്?
എത്ര സമയം ഒരു ബ്രീത്തിങ് എത്ര സമയം ഉണ്ടായി, എത്ര സെക്കൻഡ് ഉണ്ടായി, എത്ര സമയം അപ്പൊ ബ്രീത്തിങ് ഔട്ട് ചെയ്തു, ബ്രീത്ത് പുറത്തേക്ക് വിട്ടു എന്നുള്ളൊരു വോളിയം കണ്ടെത്തുന്ന റേഷ്യോ കണ്ടെത്തുന്നതാണ് എന്ത്, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്തോ. റേഷ്യോ ഓഫ് ദ ടൈം ratio of the time spent S-P-E-N-T spent breathing spent breathing into time spent breathing out. Ratio of the time spent breathing. എത്ര സമയം ശ്വാസം ഉള്ളിലേക്ക് പിടിച്ചു നിൽക്കുന്നു, എത്ര സമയം പുറത്തോട്ട് വിടുന്നു, ആ ഒരു ടൈം, ആ ഒരു വോളിയം ആണ് എന്താ, ഒരു റേഷ്യോ ആണ് എന്താ, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ. ഇൻഹേൽ ചെയ്യും എക്സ്ഹേൽ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി ഇല്ലേ, അത് തന്നെ അതിന്റെ ഒരു റേഷ്യോ കണക്കാക്കുന്നത്. എത്ര സമയം ശ്വാസം ഉള്ളിലേക്കും എത്ര സമയം പുറത്തേക്കും നിൽക്കുന്നു എന്നുള്ള ഒരു റേഷ്യോ കണക്കാക്കുന്നു. റേഷ്യോ ഓഫ് ദ ടൈം സ്പെൻഡ് ബ്രീത്തിങ് ഇൻ ടു ടൈം സ്പെൻഡ് ബ്രീത്തിങ് ഔട്ട്. എന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്ന 1:2 ആണ്. ഒരു ഇൻസ്പിറേറ്ററി റേഷ്യോ അല്ലെങ്കിൽ എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, 1:2 ആണ്. അതാണ് നോർമൽ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഹൈ എന്ന് പറയുന്നത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉള്ളതാണ്. എന്ത് ഹൈ ആയിട്ടുള്ള വോളിയം എന്താണ്, 1:3 1:4 ആണ് കേട്ടോ. എക്സ്പിറേറ്ററി റേഷ്യോസ് 1:3 1:4 ആണ് കേട്ടോ. എന്താണ് ബ്രീത്തിന്റെ ആ ഒരു ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു ടൈമും പുറത്തേക്ക് വിടുന്ന ഒരു റേഷ്യോസുമാണ് എന്ത്, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോസ് എന്ന് പറയുന്നത്. Then inspired oxygen fractions, then ഓക്സിജന്റെ അളവ്, then റെസിപ്പിറേറ്ററി റേറ്റ് ശ്വസനത്തിൽ ആ ഹൃദയമെടുപ്പ്. അതൊക്കെയാണ് ഒരു വെന്റിലേറ്ററിലുള്ള പേഷ്യൻസിന്റെ ഒരു പേഷ്യന്റിന്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് ഇത്തരം കാര്യങ്ങളായിരിക്കും. ഒരു പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്ററിൽ കൊണ്ടുപോകുന്ന പേഷ്യൻസിന്റെ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അതൊക്കെയാണ് patients on ventilator must be shifted on portable transport ventilators. അല്ലെ, വെന്റിലേറ്ററിൽ ഇരിക്കുന്ന പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോർട്ടബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും. അതില് പേഷ്യൻസിന്റെ കുറച്ച് വൈറ്റൽ സയൻസുകള് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് വെന്റിലേറ്ററിൽ ഇരിക്കുന്ന പേഷ്യൻസിനാണ് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, ടൈഡൽ വോളിയം, പേഷ്യന്റിന്റെ ടൈഡൽ വോളിയം, എയർ പ്രഷർ, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോസ്, then ഓക്സിജൻ ഫ്രാക്ഷൻസ് ആൻഡ് റെസിപ്പിറേറ്ററി റേറ്റ്. ഇത്തരം കാര്യങ്ങള് ഇങ്ങനെ ആ ഒരു ഡിസ്പ്ലേയില് അലാറത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയുള്ള വെന്റിലേറ്റേഴ്സിൽ, പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്റേഴ്സിലാണ് ഇത്തരത്തിൽ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആണോ അത്? യെസ്. ഇനി സ്പെഷ്യൽ കൺസിഡറേഷൻ. നെക്സ്റ്റ് എന്താണ് സ്പെഷ്യൽ കൺസിഡറേഷൻ? എന്താണ് സ്പെഷ്യൽ കൺസിഡറേഷൻ? പ്രത്യേക പരിഗണന അല്ലെ. എന്തിനാണ് പ്രത്യേക പരിഗണന കൊടുക്കേണ്ടത്? എന്തിനാണ് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കേണ്ടത്? രോഗിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഫെസിലിറ്റീസിന് കൊണ്ടുപോകുന്നതിനായിട്ട് എന്താണ് സോഷ്യൽ സർവീസസ് അഡ്മിനിസ്ട്രേഷൻസിന്റെ സഹായം നേടേണ്ടി വരും ചില സിറ്റുവേഷൻസിൽ. എന്താണ്, if the patient requires an ambulance to take him another facility.
make arrangements for transportation with the social service administration. എന്താണ് പേഷ്യന്റിനെ മറ്റൊരു സർവീസിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട്, മറ്റൊരു ഫെസിലിറ്റീസിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് ചിലപ്പോ ആവശ്യമെങ്കിൽ എന്താണ് സോഷ്യൽ സർവീസ് അഡ്മിനിസ്ട്രേഷന്റെ സഹായം ആവശ്യമായി ചിലപ്പോൾ വന്നേക്കാം. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താണ് അവരുടേതായിട്ടുള്ള ആംബുലൻസ് സർവീസസിലായിരിക്കാം, സോഷ്യൽ സർവീസസിന്റെ ആംബുലൻസ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലായിരിക്കാം അത്തരത്തിൽ പേഷ്യൻസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, make sure that the necessary equipment is gathered to provide care in the course of transport. എന്താണ് ആ ഒരു സമയത്ത് അതിനുള്ളിലുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും എന്താണ് എല്ലാ എക്യുപ്മെന്റ്സുകളും എന്താണ് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം അത്തരത്തിലുള്ള പേഷ്യൻസിനെ നമ്മൾ മറ്റൊരു ഫെസിലിറ്റീസിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നത്. എന്താണ് സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാല് if the patient requires in an ambulance to take him another facility, അല്ലെ അവരെ മറ്റൊരു സൗകര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് അല്ലെ ട്രാൻസ്പോർട്ടേഷന്റെ സൗകര്യം സോഷ്യലി സർവീസസ് അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യം വന്നേക്കാം അല്ലെ. അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് അത്തരം പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് അതിലുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും എന്താണ് എല്ലാ ഉപകരണങ്ങളും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ സോഷ്യൽ സർവീസസ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആംബുലൻസ് സർവീസുകളുടെ കൂടെ പേഷ്യൻസിനെ മാറ്റാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ആവശ്യം വരുന്ന സിറ്റുവേഷൻസിൽ കേട്ടോ സ്പെഷ്യൽ കൺസിഡറേഷൻസിനുള്ള കേസസുകളിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പൊ ചിലപ്പോൾ പൊളിറ്റീഷ്യൻസ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടായിരിക്കും സോഷ്യലി സർവീസസ് അവൈലബിൾ ആയിരിക്കും, സോഷ്യലി അഡ്മിനിസ്ട്രേഷൻ സർവീസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള മറ്റുള്ള പേഷ്യൻസിനൊക്കെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള വാഹനത്തിലൂടെ അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഏത് തരം ട്രാൻസ്ഫറിങ് ആയാലും അത് അതിന്റെ അകത്ത് എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മാറ്റാൻ പാടുള്ളൂ. ഓക്കെ, ഡോക്യുമെന്റേഷൻ. ഒരു പേഷ്യന്റിന്റെ അവസാനമായ ഒരു സമയത്ത് അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ലാസ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? authentication documentation. Authentication of patient transfer is most significant but often missed as a part of transfer. എന്താണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആധികാരികമായിട്ട് authentication വെച്ചാൽ ആധികാരികമായിട്ട് തന്നെ ആയിരിക്കണം ആ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതിലൊരു തരത്തിലുള്ള മിസ്സിങ്ങും വരാൻ പാടില്ല അല്ലെ. ആ ഒരു കാര്യക്ഷമമായിട്ട് തന്നെ ആയിരിക്കണം ആ പേഷ്യന്റിനെ നമ്മൾ മറ്റൊരു ഫെസിലിറ്റീസിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അതിലൊരു തരം വിട്ടുവീഴ്ചകളൊന്നും തന്നെ പാടുള്ളതല്ല. ഓക്കെ, the authentication should always be obvious at all stages of transfer. Since അതായത് നമ്മൾ എല്ലാ ട്രാൻസ്ഫറുകളുടെ ഏതെല്ലാം ഘട്ടത്തിൽ എന്താണ് നമ്മൾ ആ ഒരു ആധികാരികത നിലനിർത്തിക്കൊണ്ട് വേണം എന്താണ് മറ്റു കാര്യങ്ങൾ പേഷ്യന്റിന്റെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടത്. സിൻസ് ഇറ്റ് വാസ് ഓൺലി ലീഗൽ റിപ്പോർട്ട് that the patient was transferred. അപ്പൊ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ലീഗൽ റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. ലീഗൽ റിപ്പോർട്ട് എന്താണ്? ആ പേഷ്യന്റിന്റെ കണ്ടീഷൻസ്, റീസൺസ്, ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള കാര്യങ്ങള് എന്താണ്, ഏത് ഫെസിലിറ്റീസ്, ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് ആളെ എത്തിക്കേണ്ടത്, ആരൊക്കെയാണ്, എവിടെയാണ്, ഏത് റിസീവിംഗ് ക്ലിനിക്സിലേക്കാണ് ആളെ എത്തിക്കേണ്ടത്, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്, ആളുടെ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്, പിന്നെന്താണ് ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ആ പേഷ്യന്റിന് കൊടുത്തത്. അതായത് പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ലീഗൽ റിപ്പോർട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസ്, എന്തുകൊണ്ടാണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, എന്താണ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റീസൺ എന്താണ്, ഏത് റിസീവിംഗ് ഫെസിലിറ്റീസിലേക്കാണ് ആളെ മാറ്റുന്നത്, അതിന്റെ സ്ഥലം എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോഴത്തെ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ലീഗൽ റിപ്പോർട്ട് ഉണ്ടായിരിക്കും.
ഓക്കെ, ഏത് സമയത്ത് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് ഈ ലീഗൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. A standard testimony should be used and sustained both intra and inter-hospital transfer. These legal purpose should be used for audit purpose for investigating the defects in the patient transfer. എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമോണി എന്ന് പറഞ്ഞാല് ഒരു സാക്ഷ്യപത്രം ഉണ്ടായിരിക്കും അല്ലെ. പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് പേഷ്യന്റിന്റെയും അതുപോലെ തന്നെ എന്താണ് റിലേറ്റീവ്സിന്റെയും എന്താണ് സമ്മതപത്രം, ഒരു സാക്ഷ്യപത്രം ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അല്ലെ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അപാകതകളോ അന്വേഷണങ്ങളോ വന്നു കഴിഞ്ഞാല് എന്താണ് അതിൽ ആർക്കും തന്നെ കുറ്റക്കാരല്ല എന്ന രീതിയിൽ, മറ്റു ഹോസ്പിറ്റലൊന്നും അത് ഉത്തരവാദിയല്ല എന്ന രീതിയിൽ എന്താണ് തെളിയിക്കുന്ന തരത്തിലൊരു സാക്ഷ്യപത്രം, ഒരു ടെസ്റ്റിമോണി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതായത് പിന്നീടുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിൽ ഹോസ്പിറ്റൽ ഉത്തരവാദികളല്ല എന്നുള്ളതിന് തെളിയിക്കുന്ന തരത്തിലൊരു സാക്ഷ്യപത്രം ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അപാകതകൾ അന്വേഷിക്കുന്നതിനും അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റിന്റെ മറ്റു കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനായിട്ട് ഇങ്ങനൊരു ടെസ്റ്റിമോണി ഉണ്ടായിരിക്കും. സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ മാത്രമേ പേഷ്യന്റിന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. Then there should be an official handling over at the receiving facility between the transferring team and the receiving team, who include the doctors and nurse. The different reports of clinical investigations and diagnostic studies should be transferred to the acquiring team. ഇനി എന്താണ് ഏറ്റവും ലാസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഘട്ടം പേഷ്യന്റിന്റെ there should be an official handling over at receiving facility between transferring team അല്ലെ. പിന്നീട് എന്താണ് ഈ ഒരു വെൽത്ത് ടീം എന്നത് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന പേഷ്യന്റിന്റെ ആ ഒരു ടീം ആ ഫെസിലിറ്റിയിൽ എത്തുന്ന സമയത്ത് ആ പേഷ്യന്റിന് എന്ത് ചെയ്യുന്നു? റിസീവിംഗ് സ്വീകരിക്കുന്ന ടീമിനേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു അല്ലെ. അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും റിസീവിംഗ് ടീമില്? who include the doctors and nurse. പേഷ്യന്റിനെ സ്വീകരിക്കുന്ന സമയത്ത് റിസീവിംഗ് ടീമില് ഡോക്ടേഴ്സും ഉണ്ടായിരിക്കും, നഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, then അതിനുശേഷം എന്താണ്? ഡിഫറെന്റ് റിപ്പോർട്ട്സ് ഓഫ് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ദ അക്വയറിംഗ് ടീം. പേഷ്യന്റിന് കൈമാറിയതിനു ശേഷം എന്താണ്? മറ്റ് റിപ്പോർട്ട്സുകൾ, ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസുകൾ, പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡോക്യുമെന്റേഷൻസും ആ ഒരു അക്വയറിംഗ് ടീമിലേക്ക് അല്ലെ, റിസീവ് ഫെസിലിറ്റി ചെയ്യുന്ന ആ ഒരു ഡോക്ടേഴ്സിന്റെ ആ ഒരു ടീമിലേക്ക് എന്താണ് ഇത്തരം പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നതോടുകൂടി എന്താണ് പേഷ്യന്റിന് ട്രാൻസ്ഫർ അവിടെ തീരുകയാണ്. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതോടുകൂടി എന്താണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന ഭാഗം അവിടെ ആ ഒരു പ്രൊസീജിയർ അവിടെ തീരുകയാണ്. മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു ആ പേഷ്യൻസിന്റെ മറ്റു വിവരങ്ങളെല്ലാം ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ പ്രൊസീജിയർ അവിടെ തീർന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഡോക്യുമെന്റേഷനിൽ പറയുന്നത്? എന്തൊക്കെയാണ്? authentication of patient transfer most significant but often missed as a part of transfer. എന്താണ് ഒരു പേഷ്യന്റിനെ മാറ്റുന്ന സമയത്ത് ആധികാരികത നിലനിർത്തിക്കൊണ്ട് വേണം ഡോക്യുമെന്റേഷൻസിൽ എല്ലാവരും എന്താണ് സത്യസന്ധമായിട്ടുള്ള പ്രാധാന്യം ഉൾക്കൊണ്ടിട്ട് വേണം പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അതിൽ മറ്റൊരു തരത്തിലുള്ള അപാകതകളൊന്നും തന്നെ പാടുള്ളതല്ല. Then authentication should be always be obvious at all stages. എല്ലാ സ്റ്റേജസിലും ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാ ഘട്ടത്തിലും എന്താണ് ആധികാരികത നിലനിർത്തിക്കൊണ്ട് വേണം ആ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഒരു ലീഗൽ റിപ്പോർട്ട്സ് അല്ലെ, ഒരു ലീഗൽ റിപ്പോർട്ട്സ് പേഷ്യന്റുമായി ബന്ധപ്പെട്ടിരുന്ന ലീഗൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? പേഷ്യന്റിന്റെ കണ്ടീഷൻ, റീസൺ ടു ട്രാൻസ്ഫർ, ദെൻ അവരുടെ നെയിം, പേര്, എന്താണ് വിവരങ്ങൾ, ഡെസിഗ്നേഷൻ, റെഫറിംഗ് റിസീവിംഗ് ക്ലിനിക്സ്, എവിടേക്കാണ് മാറ്റുന്നത്, അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ സ്റ്റാറ്റസ്, ഇമ്പോർട്ടൻറ്റ് സൈൻസ് ബിഫോർ ദ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് സൈൻ ചെയ്യേണ്ടി വരും അല്ലെ, ഒപ്പിടേണ്ടി വരുന്നത്. ദെൻ ക്ലിനിക്കൽ ഇവന്റ്സ്,
ദെൻ ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആണ് പേഷ്യന്റിന് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ ഡ്രഗ്സുകൾ ഉപയോഗിച്ചു, ഇപ്പൊ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഒരു ലീഗൽ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് വരും. അതിനുശേഷം എന്താണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമോണി ഷുഡ് ബി യൂസ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ് ബോത്ത് ഫോർ ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. എന്താണ്, ഇൻട്രാ ഹോസ്പിറ്റൽ ആണെങ്കിലും ഇന്റർ ഹോസ്പിറ്റൽ ആണെങ്കിലും എന്താണ്, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമോണി, ഒരു സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. അല്ലെ, ഹോസ്പിറ്റലിൽ എങ്ങോട്ടേക്കാണോ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടേക്കാണെങ്കിലും എന്താണ്, ഒരു സാക്ഷ്യപത്രം ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും തരത്തിലുള്ള ലീഗലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അപാകതകൾ വന്നു കഴിഞ്ഞാൽ, ഓഡിറ്റിംഗ് സമയത്തൊക്കെ എന്തെങ്കിലും അപാകതകൾ വന്നു കഴിഞ്ഞാൽ അത് ആ ഡിഫക്ട്സുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു സാക്ഷ്യപത്രം തയ്യാറാക്കുന്നത്, ലീഗൽ ടെസ്റ്റിമോണീസ് തയ്യാറാക്കുന്നത്. ഈ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാൻഡിലിംഗ് ഓവർ ദ റിസീവിംഗ് ഫെസിലിറ്റി ബിറ്റ്വീൻ ട്രാൻസ്ഫറിംഗ് ടീം ആൻഡ് റിസീവിംഗ് ടീം. അല്ലെ, പേഷ്യന്റിനെ ലാസ്റ്റ് നമ്മൾ ആ ഫെസിലിറ്റിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഹാൻഡ്ലിംഗ് ടീമിന് റിസീവിംഗ് ടീമിനെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് കൈമാറുന്നു, ഡോക്ടറും നഴ്സും അടക്കമുള്ള ഒരു ടീമിനെ നമ്മൾ കൈമാറുന്നു. പേഷ്യന്റിന്റെ മറ്റ് റിപ്പോർട്ട്സും കാര്യങ്ങളും ഫർദർ ആയിട്ടുള്ള കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന ആ റിപ്പോർട്ട്സ് ആ റിസീവിംഗ് ഏരിയയിലേക്ക് കൈമാറുന്നതിലൂടെയാണ് എന്ത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, ഇവരുടെ ചാപ്റ്റർ തീർന്നു. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഏതെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് ഏതാണ്, ഡോക്യുമെന്റേഷൻ ആണോ? ഡോക്യുമെന്റേഷൻ ആണോ സംശയം? പിന്നെ ഏതാണ്? എക്യുപ്മെന്റിന്റെ ഭാഗത്ത് എന്താണ്? ഫസ്റ്റ് ഭാഗോ ഇതാണോ? ഫസ്റ്റ് പോയിന്റ് ആണോ? യെസ്, എന്താണ്? പ്രോപ്പർ ഇൻസ്പെക്ഷൻ വിത്ത് പ്രൊവിഷൻ ഓഫ് ഓൾ ലൈഫ് സേവിംഗ് ഡ്രഗ്സ് ഈസ് കമ്പൽസറി ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓൾ പേഷ്യൻസ് വിത്ത് ലെവൽ 1, 2 and 3. അതായത് എന്താണ്, ലൈഫ് സേവിംഗ് ഡ്രഗ്സുകൾ അല്ലെ, ഏത് കെയറിലുള്ള പേഷ്യൻസിന്റെ, ഏത് ലെവലിലുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങളാണ് പറയുന്നത്? 1, 2, 3 ക്രിട്ടിക്കൽ കെയർ. നമ്മള് വൺ ലെവലിൽ എന്ത് പേഷ്യൻസ് ആണ്? ക്രിട്ടിക്കൽ കെയർ കൊടുക്കേണ്ട ടീംസ് ആണ് അല്ലെ. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഡ്രഗ്സുകള്, കൃത്യമായിട്ടുള്ള ലൈഫ് സേവിംഗ് ഡ്രഗ്സുകൾ അവിടെ ഉണ്ടായിരിക്കണം. ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ള പേഷ്യൻസ് ആയിരിക്കും അത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ ലെവൽ 2 കാര്യം എന്താണ്? ഏതെങ്കിലും ഓർഗൻസ് ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനായിരിക്കും അല്ലെ. അത്തരത്തിലുള്ള പേഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡ്രഗ്സുകൾ ഉണ്ടായിരിക്കണം. 3 എന്ന് പറയുന്നത് എന്താണ്? ഒന്നോ അതിൽ കൂടുതലോ ഓർഗൻസ് ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനായിരിക്കും. അപ്പൊ ഇവർക്ക് ക്രിട്ടിക്കൽ കെയർ നൽകുന്നതിനുള്ള മെഡിസിൻസും എക്യുപ്മെന്റ്സും തന്നെ ആയിരിക്കണം. എല്ലാ എക്യുപ്മെന്റ്സുകളും തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. The transfer ambulance should be prepared with all the drugs and devices. അപ്പോ ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ആംബുലൻസിൽ എന്താണ്, എല്ലാ മരുന്നുകളും എല്ലാ ഡിവൈസസുകളും എന്താണ്, ആവശ്യാനുസരണം ഉണ്ടായിരിക്കണം. എയർവേ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും ഓക്സിജനേഷൻ കൊടുക്കുന്നതിനും വെന്റിലേഷൻ കൊടുക്കുന്നതിനും ഹീമോഡൈനാമിക് മോണിറ്റർ, അതായത് ബ്ലഡ് ഫ്ലോ, BP ഒക്കെ ചെക്ക് ചെയ്യുന്നതിനായിട്ടൊക്കെ
റീസസിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മോണിറ്ററിംഗ് ഡിവൈസസും ഈ ആംബുലൻസിൽ ഈ 1 and 2, 3 കെയർ ഉള്ള ലെവലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരിക്കണം. ആംബുലൻസിനകത്ത് എല്ലാ ഡ്രഗ്സുകളും ഡിവൈസുകളും ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഡ്രഗ് യൂസസ് ഏതൊക്കെയാണ്? മസിൽ റിലാക്സന്റ് അല്ലെ, മസിൽ റിലാക്സേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളാണ്. അതിന്റെ പേരുകൾ പറഞ്ഞു അല്ലെ? ഏതൊക്കെ പേരാണ് പറഞ്ഞത്? കാരിസോപ്രോഡലും മെറ്റാസലോണും എന്ന മെഡിസിൻസ്. അതല്ലാതെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് മസിൽ റിലാക്സന്റ് മെഡിസിൻസുകൾ ഉണ്ട് കേട്ടോ, ഡ്രഗ്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ സെഡേറ്റീവ് ഡ്രഗ്സുകൾ, ഉറക്ക മരുന്നുകൾ അല്ലെ, സെഡേഷൻ കൊടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകള്. ദെൻ അനൽജെസിക്സ് എന്താണ്? പെയിൻ കില്ലർ. അനൽജെലിക്സ് പെയിൻ കില്ലർ ആണ്. ഇനോട്രോപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇനോട്രോപ്സ് എന്ന് വെച്ചാൽ ഹാർട്ടിന്റെ കൺട്രാക്ഷൻസ് മാറ്റുന്നതിനുള്ള മരുന്നുകളാണ്. ഹാർട്ടിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള കൺട്രാക്ഷൻസ് വേരിയേഷൻസിന് കൊടുക്കുന്ന മരുന്നാണ് എന്ത്? ഡ്രഗ് ആണ് ഇനോട്രോപ്സ് എന്ന് പറയുന്നത്. റീസസിറ്റേഷൻ ഡ്രഗ്സ് എന്ന് വെച്ചാൽ കാർഡിയാക് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെ, ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സുകള്. സ്പെല്ലിംഗ് പറയാം. CARIS OPRODAL കാരിസോപ്രോഡൽ. കാരിസോപ്രോഡൽ. മെറ്റലോക്സിൻ, മെറ്റാക്സലോൺ, METAXALON, മെറ്റാക്സലോൺ, METAXALON, മെറ്റാക്സലോൺ. ഓക്കെ, എഴുതിയോ? സെഡേറ്റീവ്, അത് ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സുകളാണ്. മസിൽ റിലാക്സൻസ് ആണ് അതൊക്കെ കേട്ടോ. ഇത് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്താണെന്നറിയാലോ? ഇലക്ട്രോകാർഡിയോഗ്രാം is a continuous recording of the heart. It's a continuous recording of the heart. Electrical activity over an extended period of time. ECG is a continuous recording of the heart. Electrical activity over an extended period of time. Okay. Next, tidal volume on the word tidal volume is the volume of tidal volume is the volume of gas, gas. Tidal volume is the volume of gas inhaled and exhaled. Inhaled, INHALED, inhaled and exhaled.
Inhaled and exhaled with each breath. Inhaled and exhaled with each breath. Tidal volume is the volume of gas inhaled and exhaled with each breath. Okay. Then where എന്തെങ്കിലും ആരെന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാനിതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറയാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിൽ എക്യുപ്മെന്റ് ആൻഡ് ഡ്രഗ്സ് എന്ന ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ഇനി എക്സാമിന് ലാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റണ്ടല്ലോ. എക്യുപ്മെന്റ് ആൻഡ് ഡ്രഗ്സ് എന്ന ഭാഗത്തിലെ ഈ ഡ്രഗ്സിന്റെ ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം. നമ്മുടെ ഈ 4 ലെവൽസും അക്കമ്പനിങ് ദ പേഷ്യൻസിലെ 4 ലെവൽസും ഇമ്പോർട്ടന്റ് ആണ്. 4 ലെവൽസുകൾ ഇമ്പോർട്ടന്റ് ആണ്. 0, 1, 2, 3 എന്നുള്ള 4 ലെവൽസുകൾ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഏതൊക്കെ പേഷ്യൻസിലാണ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണെന്നുള്ളത് ഇന്നലെ പഠിച്ചില്ലേ? അത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, കാർഡിയോജനിക് ഷോക്സ് അതൊക്കെ പഠിച്ചില്ലേ? അത് ഇമ്പോർട്ടന്റ് ആണ്. Then pre-transfer stabilization and preparation important ആണ്. Pre-transfer stabilization and preparation. Pre-transfer stabilization and preparation. Then transfer within the facility. First type കേട്ടോ, transfer within the facility important ആണ്. പോയിന്റ്സുകളെല്ലാം നോക്കുക. പിന്നെന്താണ് ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും എന്താണെന്ന് പഠിക്കണം. പർപ്പസ് ആൻഡ് ഡെഫിനീഷൻ. ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഡെഫിനീഷൻ, പർപ്പസ്, ടൈപ്സ്, പിന്നെന്താണ് pre-transfer stabilization, then benefit from air transport patients. ഏതൊക്കെ പേഷ്യൻസ് ആണ്, ഏതൊക്കെ കണ്ടീഷൻസ് ആണെന്നുള്ളത് നോക്കുക. പിന്നെന്താണ് അക്കമ്പനിങ് ദ പേഷ്യൻസ്, ആ ലെവൽ 1, 2, 3 എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അത്തരം കാര്യങ്ങൾ അതിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഡ്രഗിന്റെ പോർഷൻ ഏതൊക്കെ ഡ്രഗ്സുകളാണെന്നുള്ള അതിന്റെ പേരുകൾ നോട്ട് ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്നത് കേട്ടോ. ഓക്കെ, വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.